ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് വർക്ക് ഷീറ്റില്ല. എക്സൽ വർക്ക് ഷീറ്റ് ഫിൽ ഓൺലി യൂണിക് ഐ ഡി. ഇവിടെ കുറച്ച് ലിസ്റ്റ് കിടക്കുന്നുണ്ട് ഡാറ്റ. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ജനുവരി 2-3 പ്രാവശ്യമൊക്കെ ജനുവരി ഉണ്ടാവും. അതിൽ സൺഡേ സാറ്റർഡേ ഏകദേശം 37-36 റോയിലാണ് ഡാറ്റ കിടക്കുന്നത്. ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് കോളം ബിയിലേക്ക് കൊണ്ടുവെക്കണം. ഇവിടെ ഈ കോപ്പി ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകുമ്പോൾ ഡൗണ്ട് യൂണിക് ഐ ഡി മാത്രം. ഇത് നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യിക്കുക. കണ്ടീഷൻ ഫോർമാറ്റ്, ഹൈലൈറ്റ് റൂൾ, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ. ഓക്കെ, ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ. ഇതിനായി നമുക്ക് ആദ്യമായി ഡെവലപ്പർ ടാബിലേക്ക് പോകാം. ഇൻസർട്ട്. ഇത് ആക്റ്റീവ് എക്സ് കൺട്രോൾസ് 2 ഭാഗമായിട്ട് ഇവിടെയുള്ളത്. ഫോം കൺട്രോൾ, ആക്റ്റീവ് എക്സ് കൺട്രോൾ. ഇതിൽ ഒന്നാമത്തത് തന്നെ ആക്റ്റീവ് എക്സ് കൺട്രോൾ. ഒന്നാമത്തത് കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, കമാൻഡ് ബട്ടൺ. ഇതിന് റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടി വിൻഡോ, കളർ ചേഞ്ച്. ഓക്കെ, ക്യാപ്ഷൻ പ്ലേ എന്ന് കൊടുക്കുക തൽക്കാലം. ഇത് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇതിന് മുമ്പ് ഡബിൾ ക്ലിക്ക്. വിഷ്വൽ ബേസിക് ഓപ്പണായി. ആദ്യമായി നമുക്ക് വേരിയബിൾ എടുക്കാം. dim as long, dim c as long തന്നെ, dim dup as integer. dup കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ്. നിങ്ങൾക്ക് എന്ത് വേണോ അത് ഇവിടെ കൊടുക്കാം. ഫോർ i ഈക്വൽ 2 to 35 റോളിൽ നമുക്കൊരു 100 കൊടുക്കാം അഡ്വാൻസ് ആയിട്ട്. സിക്ക് ഫോർ c ഈക്വൽ 2 to i. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 2 to i. i 1 മുതൽ 100, 1000 100 പ്രാവശ്യം ഇത് കൗണ്ട് ചെയ്യും. അപ്പം i ആദ്യത്തെ പ്രാവശ്യം 1 c 2 to 1, 2 c 2 to 2, i 5 c എന്താവും 2 to 5 വരെ പോകും. ഇനി i 100 c 100 പോകും, 2 to 100 റണ്ണടിക്കും. ഓക്കെ, മനസ്സിലാകാൻ തോന്നുന്നു. if sheet 1 dot cells i, a equal ഷീറ്റ് 1 ഡോട്ട് സെൽ, 2 ഒരേ സെൽ തന്നെയാണ്. സി എ ഡൺ. ഈ കണ്ടീഷൻ ഒത്തു വന്നെങ്കിൽ, ഈക്വലായിട്ട് വന്നെങ്കിൽ, ട്രൂ ആയിട്ട് വന്നെങ്കിൽ എന്ത് ചെയ്യണം? DUP സമം DUP + 1. DUP ഒന്ന് കൂട്ടുക. DUPക്ക് കറണ്ട് 0 വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. അപ്പം എന്താ 1. DUP ഈക്വൽ DUP + 1. ഓക്കെ, എൻഡ് ഇഫ്. ഇനി ഇവിടുത്തെ സി വേരിയബിൾ ഇവിടെ എൻഡ് ചെയ്യുക. നെക്സ്റ്റ് സി. ഓക്കെ, ഇതൊരു ഈ ഫംഗ്ഷനാ. if DUP ഈക്വൽ 1, DUP 1 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഷീറ്റ് 1 dot range a dot end excel up dot offset 1,0. സോറി, ഇവിടെ ഈ കോളം ബി 1,0 ഈക്വൽ ഷീറ്റ് 1 ഡോട്ട് സെൽസ് i, a. ഇവിടെ എൻഡ് ഇഫ്. അതിനുശേഷം ഡ്യൂപ്പിന് ഇപ്പോൾ എത്ര വാല്യൂ ഉള്ളത്? ഡ്യൂപ്പിന് വാല്യൂ ഒന്നെങ്കിൽ ഇവിടെ നമുക്ക് ഡാറ്റ ഇടും. അതിനുശേഷം ചിലപ്പോൾ 2, 3 എല്ലാം കിടക്കുക. അതുകൊണ്ട് നമുക്ക് ഡ്യൂപ്പിന് ഇവിടുന്ന് ഈക്വൽ 0 കൊടുക്കുക. എന്നാൽ റിപ്പീറ്റ് ചെയ്യുമ്പം നെക്സ്റ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഡ്യൂപ്പിന് 0 ആയിരിക്കണം. എങ്കിലേ ഇവിടെ 1 + 1 ആവും. അപ്പോൾ നമുക്ക് ഡാറ്റ ഇവിടെ കൊണ്ടുതരും.
മനസ്സിലാകാൻ തോന്നുന്നു. അതിനുശേഷം നെക്സ്റ്റ് ഐ ഒന്ന് ചെക്ക് ചെയ്യാം. DPS ഇൻറ്റീജർ ഐ സമം 2 2 ഓക്കെ. ഇനിയിവിടെ ഇത് കമാൻഡ് ഇവിടെ എഡിറ്റിംഗ് മോഡിലുള്ളത്. ഡെവലപ്പർ ഡിസൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ റണ്ണടിക്കുക. ഓക്കെ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. ഓക്കെ, ഇപ്പം 36, 37, 19, 20, അതായത് 19 വാല്യൂ കൊണ്ട് നമുക്കിവിടെ ഫില്ല് ചെയ്ത് വന്ന്. ഇവിടെ ആപ്പിൾ ഇതും ഒരു ദിവസം കൊടുക്കാം നമുക്ക്. ഓക്കെ, ആപ്പിൾ ഇല്ല, എവിടെയും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഇല്ല. ഇത് ചെക്ക് ചെയ്യാം നമുക്ക്. ഹോം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഇല്ല. ഓക്കെ, നത്തിങ്, എവിടെയും ഇല്ല. ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇത് വർക്ക് ഷീറ്റ് ഡാറ്റ ഫിൽ ചെയ്യാൻ സമയം എടുക്കുന്നു, വളരെ സ്ലോ ആയിട്ട്. ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോഡിങ് മാറ്റം വരുത്താനുണ്ട്. ഓക്കെ, അതിനുവേണ്ടി ആപ്ലിക്കേഷൻ ഡോട്ട് സ്ക്രീൻ അപ്ഡേറ്റിംഗ് ഈക്വൽ ഫാൾസ് ചെയ്യണം നമുക്ക്. ക്ലാസ് നമ്മൾ കോഡിംഗ് എല്ലാം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ ഡോട്ട് സ്ക്രീൻ അപ്ഡേറ്റ് ഈക്വൽ ട്രൂ. ശ്രദ്ധിച്ചാണ്, സ്റ്റാർട്ടിങ്ങിൽ ആപ്ലിക്കേഷൻ സ്ക്രീൻ അപ്ഡേറ്റിംഗ് ഈക്വൽ ഫാൾസാ, എൻഡിങ്ങിൽ ട്രൂ. ഇനി നമുക്കൊന്നിവിടെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഫാസ്റ്റ്. സമയം എടുക്കില്ല, ഒന്നും കൂടി റൺ ചെയ്യാം. ഓക്കെ, കോഡിംഗ്. ഓക്കെ, ഓക്കെ. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.